കെ രാഗേഷിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ദിവ്യ സൈയുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇപ്പോൾ ശബരിനാഥന്റെ പ്രതികരണം വരികയാണ്. ശബരിനാഥൻ പറയുന്നത് അഭിനന്ദനം സദുദ്ദേശപരമാണ്, പക്ഷേ അതിൽ വീഴ്ചയുണ്ടെന്നാണ് KS ശബരിനാഥന്റെ പ്രതികരണം. സർക്കാർ ഉദ്യോഗസ്ഥ എന്ന നിലയ്ക്ക് സർക്കാരിനെ പുകഴ്ത്താം, സർക്കാരിന്റെ നയങ്ങളെയും അഭിനന്ദിക്കാം, അതിന് തെറ്റില്ല. പക്ഷേ രാഷ്ട്രീയ നിയമനമായിരുന്നു KK രാഗേഷിനത്. രാഷ്ട്രീയ നിയമനം ലഭിച്ച ഒരാളെ അഭിനന്ദിച്ചത് അതുപോലെയല്ല എന്നുള്ളതാണ്. സർക്കാർ ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയ നേതാക്കളെ പുകഴ്ത്തിയോ വിമർശിച്ചോ എഴുതുന്നതിനോട് യോജിപ്പില്ല എന്നുകൂടി നിലപാട് ശബരിനാഥൻ എടുത്തിരിക്കുകയാണ്. അമൽ തേനമറമ്പിലാണ് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. അമൽ, ഇപ്പം K മുരളീധരൻ മുതൽ ഇങ്ങോട്ട് കടുത്ത ഭാഷയിലുള്ള വിമർശനമാണ് ദിവ്യക്കെതിരെ നടത്തുന്നത്. ശബരിനാഥൻ എന്താണ് പറയുന്നത്? എങ്ങനെയാണ് അമലിനോട് സംസാരിച്ചത്? ആര്യ, ഈ വിവാദം ഉയർന്നു വന്നപ്പോൾ അല്ലെങ്കിൽ ദിവ്യയുടെ പോസ്റ്റ് വന്നതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ വിവാദമാണ്. രാഷ്ട്രീയ പോര് നടക്കുന്നു. ദിവ്യയെ പിന്തുണച്ചുകൊണ്ട് ഇടതുപക്ഷ പ്രൊഫൈലുകളിൽ നിന്ന് ഒരു പിന്തുണയുണ്ടാകുമ്പോൾ കോൺഗ്രസ് പ്രൊഫൈലുകളിൽ നിന്ന്, ലീഗ് പ്രൊഫൈലുകളിൽ നിന്നൊക്കെ വലിയ തോതിലുള്ള ആക്രമണം ദിവ്യക്കെതിരെ നടക്കുന്നു. ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ ചെയ്യാൻ പാടില്ലാത്തതാണ് ദിവ്യ ചെയ്തത് എന്നുള്ള തരത്തിലാണ് ഉയർന്നു വരുന്ന വിമർശനങ്ങളെല്ലാം. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ചാനലിന് മുന്നിൽ പരസ്യമായി പ്രതികരിക്കുകയും ചെയ്തു. നമ്മളോടക്കം പ്രതികരിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരം വിഷയങ്ങളെല്ലാം നടക്കുമ്പോൾ ശബരിനാഥിനെതിരെ കൂടി ആക്രമണം മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പറയുന്ന ദിവ്യക്കെതിരെയുള്ള വിമർശനങ്ങളുടെ ഒരു ഭാഗം ശബരിക്കെതിരെ കൂടിയായി മാറുമ്പോഴാണ് ശബരിയുടെ പ്രതികരണം ഉണ്ടാകുന്നത്. ശബരി ഈ വിഷയത്തിൽ പറയുന്നത് സദുദ്ദേശപരമാണ് ഈ ദിവ്യയുടെ അഭിനന്ദനം, അതിൽ തെറ്റില്ല. പക്ഷേ ആ വിഷയത്തിൽ ഈ മറ്റ് പല ഇതിനു മുൻപ് മുഖ്യമന്ത്രിയെ അഭിനന്ദിച്ചടക്കം ദിവ്യ രംഗത്തെത്തിയിരുന്നു. പക്ഷേ അതുപോലെയല്ല ഇതൊരു രാഷ്ട്രീയ നിയമനം ലഭിച്ച ഒരാളാണ്. സർക്കാരിൻ്റെ നയങ്ങളെ അഭിനന്ദിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ ഇത് അങ്ങനെയല്ല എന്നുള്ള കാര്യം കൃത്യമായി തന്നെ ശബരി പറയുന്നു. ആ കാര്യത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനെ വിമർശിച്ചോ അല്ലെങ്കിൽ പുകഴ്ത്തിയോ ഒന്നും ഒരു സർക്കാർ ഉദ്യോഗസ്ഥർ അങ്ങനെ പ്രതികരിക്കുന്നത് ശരിയല്ല. അതിനിപ്പോൾ നാളെ തൻ്റെ കാര്യത്തിലാണ് എങ്കിൽ കൂടി തന്നെ പുകഴ്ത്തിയോ വിമർശിച്ചോ ഒന്നും ഒരു ഉദ്യോഗസ്ഥനും ഒന്നും എഴുതാൻ പാടില്ല എന്നുള്ള കാര്യം കൂടി ശബരി പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ശബരിയുടെ ആ സ്റ്റാൻഡ് വിഷയത്തിൽ ക്ലിയറാണ്. അതായത് ദിവ്യയുടെ അഭിനന്ദനത്തിൽ തെറ്റില്ല, പക്ഷേ അതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണം രാഷ്ട്രീയ നിയമനം ലഭിച്ച ഒരാളെ അഭിനന്ദിച്ചു എന്നുള്ളതാണ് ശബരി പറഞ്ഞു വെക്കുന്നത്. ശരി, തീർച്ചയായും അമൽ പറയുന്നത് പോലെ തന്നെ K മുരളീധരനൊക്കെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും ശബരിനാഥൻ അതിനെ സൗദ്ദേശപരമായി കാണുന്നു. പക്ഷേ വീഴ്ച ഒരു പൊളിറ്റിക്കൽ നിയമനം എന്ന നിലയിലാണ് കാണേണ്ടത് എന്നാണ് പറയുന്നത്. പക്ഷേ രണ്ട് വശങ്ങൾ കൂടി നമ്മളത് വരും മണിക്കൂറുകളിലും സ്വാഭാവികമായും ഇത് ആളിക്കത്തുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. നോ കമന്റ്സ് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാട്. പക്ഷേ കമന്റ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.